ഇന്ന് വന്നേക്കുന്നതേ ഒരു പുതിയ ഐറ്റമായിട്ടാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ വൈറ്റ് സോസ് പാസ്തയാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തൊക്കെ വേണ്ടത് നമുക്ക് നോക്കി നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. പാസ്ത വേവിക്കാനായിട്ട് നമുക്ക് പാനിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് ചൂടാക്കാനായിട്ട് വെക്കാവേ. അപ്പോൾ ഞാൻ ഈ വാങ്ങിയിട്ടുള്ള പാസ്ത ഇതാണ് കേട്ടോ. പാസ്ത മക്രോണിയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. സംഭവം ഇതിന് വേണ്ടി കുറേ കട കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ലൈലാസിൽ നിന്നാണ് കേട്ടോ ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നമുക്ക് പാസ്ത ഒട്ടാതിരിക്കാൻ വേണ്ടി അതിലേക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാവേ. പാസ്ത നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ അതിൻ്റെ ബാക്കി പരിപാടി നോക്കാം. നമുക്കൊരു പാൻ വെക്കുക. അതിലേക്ക് കുറച്ച് ബട്ടറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടർ നന്നായിട്ട് അങ്ങ് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ബട്ടർ മെൽറ്റ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉള്ളി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാവേ. നന്നായിട്ട് അത് അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്യാരറ്റ് നമ്മുടെ സവാളയും കൂടി നന്നായിട്ട് നമുക്ക് ഈ ബട്ടറിൽ അങ്ങ് എന്ത് ചെയ്യാം, ഒരു മൂപ്പിച്ചെടുക്കാം കേട്ടോ. ബട്ടറിൽ കിടന്ന് നന്നായിട്ട് ഇതങ്ങ് മൂക്കണേ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് വെളുത്തുള്ളി വേണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെളുത്തുള്ളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി വെന്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കോൺഫ്ലവർ കലക്കി വെച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ടെടുക്കാവേ. മിക്സ് നമ്മുടെ കോൺഫ്ലവറും ഈ സവാളയും ക്യാരറ്റും എല്ലാം കൂടി അതിൽ കിടന്ന് വേവണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ വേവിച്ച മക്രോണിയും കൂടി പാസ്തയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പാസ്ത ആഡ് ചെയ്ത് നമ്മുടെ ഇതിലെല്ലാത്തിനും കൂടി പാസ്ത നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതായത് നമ്മുടെ പാസ്തയിലോട്ട് ഇതിൻ്റെ ഫുള്ള് സംഭവം പിടിക്കണേ. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ടെടുക്കാവേ. അപ്പോൾ അതെല്ലാം ഒന്ന് യോജിച്ച് കഴിയുമ്പോഴത്തേക്കും അതിലാവശ്യമുള്ള കുറച്ച് കുരുമുളക് പൊടി വേണം കേട്ടോ. നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. പാസ്തയ്ക്ക് വേണ്ട ഒറിഗാനോ നമ്മൾ തന്നെ വീട്ടിൽ കുക്ക് ചെയ്തെടുത്താണ് കേട്ടോ. നമുക്കത് എങ്ങനെ നോക്കിയാലോ. നമ്മുടെ പനിക്കൂർക്ക നന്നായിട്ട് കഴുകി ഒന്ന് പാനിലേക്ക് ചൂടാക്കാൻ വെക്കുക. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ കൃഷ്ണതുളസി ഇല്ലേ, അതൊന്ന് വെച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. മൂപ്പിച്ചെടുക്കാന്ന് പറയുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അപ്പോൾ നമുക്ക് നല്ല ഒറിഗാനോടെ നല്ല മണം വരും കേട്ടോ. എന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ ഞവിടെ ഇടുക, നമുക്ക് അതിലേക്കൊന്ന് തൂവി കൊടുക്കാം. നമ്മുടെ പാസ്തയിലോട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, നമ്മുടെ ഒറിഗാനോ തൂവി കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു, അതായത് നമ്മുടെ പാസ്ത റെഡിയായി. നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് എന്ത് ചെയ്യാം, ഒന്ന് സെർവ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഗൈസ് നല്ല മണം വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.